രഞ്ജി ട്രോഫിയിൽ ആദ്യ മത്സരത്തിന് ഇറങ്ങുന്ന കേരള ടീം അവസാനവട്ട പരിശീലനത്തിലാണ്. ഫൈനൽ വരെ എത്തിയ കഴിഞ്ഞ വർഷത്തെ അനുഭവ പരിചയം ഇത്തവണ ടീമിന് കരുത്താകുമെന്ന് കേരളത്തിന്റെ പുതിയ നായകൻ മുഹമ്മദ് അസറുദ്ദീൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഏത് കരുത്തുറ്റ ടീമുമായും കളിക്കാൻ കേരളം തയ്യാറായി കഴിഞ്ഞു. സഞ്ജു സാംസന്റെ സാന്നിധ്യം കളിക്കാർക്കെല്ലാം ആത്മവിശ്വാസം കൂട്ടിയെന്നും അസറുദ്ദീൻ വ്യക്തമാക്കി. കേരളത്തിന്റെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് നാളെ തുടക്കമാകുകയാണ്. കേരളം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഇപ്പോൾ പരിശീലനം നടത്തുകയാണ്. ടീമിന്റെ നായകൻ മുഹമ്മദ് അസറുദ്ദീൻ തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. കഴിഞ്ഞ തവണ സ്വപ്നതുല്യമായൊരു യാത്ര, ഫൈനൽ വരെ എത്തുന്നു. വലിയൊരു പ്രകടനം, പ്രതീക്ഷിക്കാത്ത തരത്തിലൊക്കെ കേരള ടീം വലിയ നിലയിലേക്ക് ഉയർന്നു വരുന്നു. ഇത്തവണത്തെ പ്രതീക്ഷ എന്താണ്? തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഒരുപാട് കോൺഫിഡൻസ് നമ്മൾ ഗെയിൻ ചെയ്തിട്ടുണ്ട്, ടീമായിട്ട് ഇൻഡിവിജ്വലായിട്ട് തന്നെ. അപ്പം കഴിഞ്ഞ് പാസ്റ്റ് ഇസ് പാസ്റ്റ് എന്ന് പറയുന്നത് പോലെ ഇപ്രാവശ്യം ആ എക്സ്പീരിയൻസ് വെച്ച് ഇപ്രാവശ്യം ഇറങ്ങുകയാണ്. കുറച്ചുകൂടെ ബെറ്റർ സൈഡാണ് ഇപ്രാവശ്യം, കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടാക്ടിക്സ് ആയിട്ടാണ് ഇപ്രാവശ്യം ഇറങ്ങിയേക്കുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷത്തിനെക്കാട്ടിലും ഒരു പടി മുമ്പിൽ നിൽക്കണം തന്നെയാണ് ടീമിൻ്റെയും ഇൻഡിവിജ്വലായിട്ടുള്ളയും പ്രതീക്ഷ. അസറുദ്ദീന് കുറച്ചുകൂടി വലിയ ഉത്തരവാദിത്വമാണ്, ടീമിന്റെ ക്യാപ്റ്റൻ ആവുകയാണ്. അതെങ്ങനെയാണ് അതിനെ കാണുന്നത്? അത് തീർച്ചയായിട്ടും എല്ലാ ക്രിക്കറ്റേഴ്സും ആഗ്രഹിക്കുന്ന ഒരു റെസ്പോൺസിബിലിറ്റിയാണത്. ആദ്യം നമുക്ക് കേരള രഞ്ജി ട്രോഫി ടീം റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഒരു ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു സംഭവമാണ്. എൻ്റെ ബെസ്റ്റ് പുറത്ത് കൊണ്ടുവരാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടിയാണത്. അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്വം സന്തോഷത്തോടെയും ഒരുപാട് എക്സൈറ്റ്മെന്റോടും കൂടി ഏറ്റെടുക്കുന്നു. കഴിഞ്ഞ തവണത്തെ ആ കരുത്തുറ്റ ടീമിലെ പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ ഇത്തവണയും ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ എങ്ങനെ കോൺഫിഡൻസിലേക്ക് എത്തിയ ടീമെല്ലാം നല്ല ഫ്രെയിം ഓഫ് മൈൻഡിലാണ്. തീർച്ചയായിട്ടും കേരളം ഇന്ത്യൻ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ തീർച്ചയായിട്ടും ഡോമിനേറ്റ് ചെയ്ത് കളിക്കുന്നുള്ള പ്രതീക്ഷയോടെയാണ് നമ്മൾ ഇപ്രാവശ്യം ഇറങ്ങുന്നത്. കേരളത്തിന്റെ പേര് എഴുതി വെച്ച സീസൺ തന്നെയാണ് കഴിഞ്ഞ വട്ടത്തെ. ഇത്തവണ നമ്മൾ തുടങ്ങുന്നത് തന്നെ മഹാരാഷ്ട്ര പോലുള്ള ശക്തമായിട്ടുള്ള ടീമിനെതിരായിട്ടാണ്. പൃഥ്വിഷായും ഗൈക്വാദും ജലക് സക്സേന കേരളത്തിൽ നിന്ന് പോയ ആളുകളൊക്കെ ഉണ്ട്. അത് തുടക്കത്തിൽ തന്നെ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ ആവും തോന്നുന്നുണ്ടോ? ഇല്ല, കഴിഞ്ഞ വർഷം നമ്മൾ നല്ല ടൈറ്റ് ആയിട്ടുള്ള പൂളിൽ നിന്നാണ് കയറിയത്. അത് മാത്രമല്ല, ഇപ്പം ഇൻഡിവിജ്വലായിട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ടീമിൻ്റെ കൂടെ പെർഫോം ചെയ്യുമ്പോഴാണ് ഇന്ത്യൻ സെലക്ടേഴ്സ് ഒക്കെ നോട്ടീസും ചെയ്യുന്നത്. അപ്പം ഏറ്റവും നല്ല ടീമിൻ്റെ കൂടെ കളിക്കുക, ജയിക്കുക, ഇൻഡിവിജ്വലായിട്ട് പെർഫോം ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഇന്ത്യയിലോട്ട് പോകണമെങ്കിൽ ഉള്ള ഒരു വഴി എന്ന് പറയുന്നത്. അപ്പം തീർച്ചയായും ഇതൊക്കെ ഓപ്പർച്യൂണിറ്റിയാണ്. രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക, എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ തവണയും സഞ്ജു സാംസന്റെ സാന്നിധ്യം ടീമിലുണ്ടായിരുന്നു. ഇത്തവണയും സഞ്ജു ഉണ്ട്. അത് ടീമിന് എത്ര കോൺഫിഡൻസ് ഉണ്ടാക്കുന്നു? അത് അത് ഞാൻ പറഞ്ഞാൽ വളരെ കുറഞ്ഞു. അപ്പം സഞ്ജുവായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു ഇമോഷൻസ് ആണ് എല്ലാവർക്കും. അപ്പം പുള്ളി ടീമിൻ്റെ അകത്തുള്ളത് തീർച്ചയായിട്ടും അത് കോൺഫിഡൻസ് നൽകുന്ന ഒരു കാര്യം കൂടെയാണ്. പേഴ്സണലി എനിക്ക് കേരളത്തിനെ ലീഡ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അപ്പം തീർച്ചയായിട്ടും പുള്ളി കൂടെയുള്ളത് എനിക്ക് എപ്പോഴും എപ്പോഴെങ്കിലും ഒരു ഗോ ടു പേഴ്സൺ ആണ്. എപ്പോഴാണെങ്കിൽ എനിക്ക് പോകാൻ സജഷനും വേണമെങ്കിൽ എടുക്കാം. തീർച്ചയായും ലീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഇപ്പം ഒരുപാട് ക്യാപ്റ്റൻസിൻ്റെ അണ്ടറിൽ ഞാൻ കളിച്ചിട്ടുണ്ട്. അപ്പോൾ പല സിറ്റുവേഷനിൽ നമ്മൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെ നിൽക്കും, എന്താ ചെയ്യേണ്ടത്. അപ്പോൾ തീർച്ചയായും സച്ചിൻ ചേട്ടനെ പോലെയുള്ളവരും സഞ്ജു ഭായിനെ പോലെയുള്ളവരും ടീമിൻ്റെ കൂടെ ഉള്ളത് എപ്പോഴും നല്ലതാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയി എന്ത് സജഷനും വേണമെങ്കിൽ എടുക്കാം. നാട്ടിൽ തന്നെ 4-5 മത്സരങ്ങളുണ്ട്. അപ്പോൾ ആരാധകരോട് എന്താ, കേരളത്തിലെ ക്രിക്കറ്റ് ആരാധകരോട് എന്താ പറയാനുള്ളത്? ഒരിക്കലും നമ്മൾ നിങ്ങളെ ഡിമോട്ടിവേറ്റ് ചെയ്യൂല. തീർച്ചയായിട്ടും നല്ല റിസൾട്ടായിരിക്കും നമ്മൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. നല്ല ക്രിക്കറ്റ് ആയിരിക്കും നമ്മൾ കളിക്കുന്നത്. ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ടാലൻസ് നമ്മളെ കൂടെയുണ്ട്. ഒരുപാട് പേര് ഇന്ത്യ കളിക്കാൻ ആസ്പയർ ചെയ്തിട്ട് നിന്ന ആൾക്കാരുണ്ട്. ആ ഡെസ്പിറേഷൻ നിങ്ങളുടെ മുമ്പിൽ പെർഫോമൻസ് ആയിട്ട് വരുന്നത് തന്നെയാണ് പ്രതീക്ഷ. എല്ലാവിധ ആശംസകളും ഓൾ ദി ബെസ്റ്റ്. പണ്ടൊക്കെ നമ്മൾ ഈ ഒരു മികച്ച പ്രകടനം നടത്തുന്നത് കഴിഞ്ഞ് പോകുന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഫൈനലിലെത്തുന്ന അല്ലെങ്കിൽ കിരീടം ആഗ്രഹിക്കുന്ന ടീമായിട്ട് കേരളം മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുതിയ ക്യാപ്റ്റനായിട്ട് അസറുദ്ദീൻ വരികയാണ്. ടൈറ്റ് മത്സരമായിരിക്കും, പക്ഷെ അങ്ങനെ കളിച്ച് മികച്ച ടീമുമായി കളിച്ച് ജയിച്ചായിരിക്കും ടീമിൻ്റെ കോൺഫിഡൻസ് ഉണ്ടാക്കുക എന്ന് അസറുദ്ദീൻ പറയുകയാണ്. ആ ടീം കേരളത്തിൽ നിന്ന് കളിച്ച് ജയിച്ച് കിരീടത്തിലേക്ക് എത്തട്ടെ എന്ന് തന്നെയാണ് ഇത്തവണ നമുക്കും പ്രതീക്ഷിക്കാനുള്ളത്. കാര്യവട്ടം സ്റ്റേഡിയത്തിൽ നിന്ന് രോഹിൻ രാജിനൊപ്പം അർജുൻ രാജ്, ന്യൂസ് മലയാളം.